ബിഗ് ബോസ് സീസൺ 7 അടുക്കും തോറും ബിഗ് ബോസ് മത്സരാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകളും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ, സീരിയൽ, സ്പോർട്സ്, മ്യൂസിക്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തുടങ്ങി നിരവധി മേഖലകളിലുള്ളവരുടെ പേരുകളാണ് എല്ലാം ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നത്. അപ്പോൾ വേഗം ഞാൻ പുതിയ ഒരു സെക്കൻഡ് പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് വരാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് മിസ്സാവും. സോ 90 അല്ലെങ്കിൽ 95% ഉറപ്പിച്ചിട്ടുള്ള ഒരു പേര് വീണ്ടും വന്നിരിക്കുകയാണ്. നേരത്തെ ബിഗ് ബോസിലേക്ക് വരും എന്ന് ഉറപ്പിച്ച് പറഞ്ഞവരൊക്കെ പലരും സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻപ് പ്രഡിക്ഷനിൽ ഉണ്ടായവരിൽ നിന്നൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ ബിഗ് ബോസിലേക്ക് പോകില്ല എന്ന് ഭയങ്കരമായിട്ട് വാശി പറഞ്ഞ കുറെ പേരൊക്കെ കൺവിൻസ്ഡ് ആയി ബിഗ് ബോസ് സീസൺ 7ലേക്ക് പോകാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില അടിപൊളി താരങ്ങളൊക്കെ വൈൽഡ് കാർഡാണ്. ഇടയ്ക്ക് വെച്ച് ബിഗ് ബോസിൽ കയറി പിന്നെ കപ്പടിക്കുന്ന രീതിയൊക്കെ നമ്മൾ തമിഴിലൊക്കെ കാണാറുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി അതിനോട് തീരെ യോജിപ്പില്ല. ഏതായാലും ശരി, ആദ്യം ആ ഉറപ്പിച്ച പേരുകളിലേക്ക് തന്നെ നമുക്ക് കടക്കാം. ഒരു സംശയവും ഇല്ലാതെ പറയട്ടെ, രേണു സുധി. രേണു ശരിക്കും കാത്തിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ബിഗ് ബോസ് പോലൊരു ഷോയിൽ പങ്കെടുക്കാൻ രേണുവിനും നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം രേണു സുധി ശരിക്കും പേഴ്സണൽ ലൈഫിൽ ആരാണെന്നൊന്നും എനിക്കും അറിയത്തൊന്നുമില്ല. അവരുടെ ക്യാരക്ടർ, പേഴ്സണാലിറ്റി ഒക്കെ വളരെ അടുത്തറിയാവുന്നവർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ വന്നാൽ അതിനി എത്ര സ്ക്രിപ്റ്റഡ് ആണെങ്കിലും, ഓഫ് കോഴ്സ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആണ്. പക്ഷെ എത്ര സ്ക്രിപ്റ്റഡ് ആണെങ്കിലും നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ അഭിനയിച്ചൊന്നും നിൽക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ രേണു സുധി ഇങ്ങനെ ആക്ട് ചെയ്ത് നിൽക്കുന്നത് അവിടെ വേറെ ആർക്കും മത്സരിക്കാനില്ല. ബിഗ് ബോസ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ആക്ഷൻസ് ആയിക്കോട്ടെ, അവർ സംസാരിക്കുന്നതായിക്കോട്ടെ, അതിന് നല്ലൊരു ഒപ്പോസിഷൻ ഉണ്ടാകും. അപ്പൊ രണ്ടല്ല, രേണു സുധി വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് വരുന്ന എല്ലാവരും ഫൈറ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ ഒരു റിയൽ ക്യാരക്ടർ എന്താണ് എന്നൊക്കെ. നെക്സ്റ്റ് ജാസി ആഷിയാണ്. ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോഴും ഈ പറയുന്ന വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണവും ഒരുപോലെ തന്നെ കൂടുതലാണ്. സോ ജാസിയും രേണു സുധിയും ഒന്നിച്ച് ബിഗ് ബോസ് ഹൗസിൽ വന്നാൽ എന്തായിരിക്കും കോണ്ടന്റിന്റെ ഒരു അവസ്ഥ? ഒരുപാട് കോണ്ടന്റ് കിട്ടും അല്ലേ? പിന്നെ അതുപോലെ അനുക്കുട്ടി ബിഗ് ബോസ് സീസൺ 7ലേക്ക് വരില്ല എന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ അനിമോൾ വരും എന്നുള്ള ഒരു പ്രഡിക്ഷൻ ആണ് വരുന്നത്. ഒരു പക്ഷെ വൈൽഡ് കാർഡ് എൻട്രി ആയിരിക്കാം. കാരണം രേണു സുധി ആയിരിക്കാം ഇത്തവണ ബിഗ് ബോസ് സീസൺ 7ലെ ഒരു എന്താ പറയാ, എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിന് ഒരു വ്യക്തി എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരാൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഒരാൾ എൻട്രി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു തിരിച്ചടി എന്ന് പറയുന്നത് അത് അനിമോളിനെ കൊണ്ടോ, അല്ലെങ്കിൽ ലക്ഷ്മി നക്ഷത്രയായിരുന്നു എക്സ്പെക്ട് ചെയ്ത മറ്റൊരു കക്ഷി. പക്ഷെ ലക്ഷ്മി നക്ഷത്രയുടെ പേര് ഇത്തവണ പറയുന്നില്ല. അപ്പോൾ അനിമോൾ തന്നെയാണ് തിരിച്ചു വരാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ രേണു സുധിക്ക് പറ്റിയ എതിരാളിയാകാനാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ 7ല് നമുക്കുള്ള സാധ്യത. ഇനി അടുത്തത് രോഹൻ ലോന ഇപ്പോൾ കണ്ടിന്യൂസ്ലി എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും വരുന്നുണ്ട്. ശരിക്കും നല്ല സംസാരിക്കാൻ കഴിവുള്ള നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആരാധകരൊക്കെ സോഷ്യൽ മീഡിയയിൽ രോഹൻ ലോനയ്ക്കുണ്ട്. രോഹന്റെ ബിഗ് ബോസ് എൻട്രി എന്ന് പറയുന്നത് ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ സീസണിൽ ഒരു പക്ഷേ നല്ലൊരു ഫാൻ ബേസ് കിട്ടാൻ സാധ്യതയുള്ള വ്യക്തിയും രോഹൻ ലോനയാണ്. പിന്നെ 100% ഉറപ്പുള്ള മറ്റൊരു വ്യക്തി ജിഷിൻ മോഹനാണ്. ജിഷിനെ ചുറ്റിപ്പറ്റി കുറെ ഗോസിപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ബിഗ് ബോസ് ഹൗസിൽ വിഷയമാവുകയാണെങ്കിൽ അത് ബിഗ് ബോസ് വീട്ടിനകത്താണെങ്കിലും പുറത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നല്ല ഒരു ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട്. നെക്സ്റ്റ് എല്ലാവരും പറയുന്ന ഒരുപാട് സപ്പോർട്ടൊക്കെ ഉള്ള ഒരു വ്യക്തി ബിജു സോപാനമാണ്. ബിജു സോപാനം ബിഗ് ബോസ് വീട്ടിലെ ഒരു കാരണവരാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഈ സീസണിൽ ഒരു നന്മമരം മാത്രമായിട്ട് ഒതുങ്ങി പോകാതിരുന്നാൽ ബിജു സോപാനത്തിന് നല്ല കുറെ സപ്പോർട്ട് കിട്ടും. പക്ഷെ അടുത്ത ഉറപ്പ് പറയുന്ന വ്യക്തി നന്മ മാത്രമാണോ അതോ പ്രശ്നക്കാരനാകുമോ എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് മറ്റാരുമല്ല, കൃഷ്ണകുമാർ ആണ്. കൃഷ്ണകുമാർ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരുമ്പോഴും ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഓസിയുടെ ഡെലിവറി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ കൃഷ്ണകുമാർ ഉണ്ട് എന്നാണ് പ്രഡിക്ഷൻ പറയുന്നത്. പിന്നെ അരുണിമ, സുനിൽകുമാർ. അത് ഈ സീസണിൽ അധികം ഫെമിലിയർ അല്ലാത്ത കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും. അതിലൊരാള് അരുണിമയായിരിക്കും. അപ്പൊ ഈ സീസണിലൊക്കെ പ്രണയമൊക്കെ ഒരു സ്ട്രാറ്റജി ആകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അരുണിമ, സുനിൽകുമാറിനെയൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാം. അടുത്തയാൾ കുറേ കാലമായിട്ട് ബിഗ് ബോസ് സീസണിലേക്ക് വരും എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് സീമ ജി നായർ. ഈ സീസണിലെ ഒരു അമ്മയാകുമോ നന്മമരമാകുമോ എന്നൊക്കെ നമുക്ക് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയാം. ഇനി ഞാൻ പറയുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് റൂമേഴ്സ് ആയിട്ട് ബിഗ് ബോസ് സീസൺ 7ല് ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് പേരുകളാണ്. ഇവരൊക്കെ എന്ന് പറയുന്നത് അത്ര വലിയ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരല്ല. പക്ഷെ കുറെ അധികം പ്രേക്ഷകരൊക്കെ ഇവർക്കുമുണ്ട്, കുറെ ഫാൻ ബേസ് ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയാനും കഴിയില്ല. അതിൽ ഒന്നെന്ന് പറയുന്നത്
പറയുന്നത് അഖിൽ കവലിയൂരാണ്. അത് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന കോമഡി ഷോയിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ഏതായാലും ഈ സീസണിൽ എത്തുകയാണെങ്കിൽ നമുക്ക് കുറെ കോമഡി സ്കിറ്റുകളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ നിഷ സാരംഗ് ഓൾറെഡി നല്ല ഒരു ഫാൻ ബേസും നല്ല ഒരു മെച്യൂരിറ്റി എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ബിഗ് ബോസിൽ വരുമ്പോഴും ആ ഒരു മെച്യൂരിറ്റി ഒക്കെ നമുക്ക് കാണാം, അഥവാ വരികയാണെങ്കിൽ. കാരണം അത്ര 100% ഷുവർ അല്ലാത്ത ഒരു ലിസ്റ്റാണ് ഈ പറയുന്നത്. പിന്നെ ശ്രിമിന എം എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കക്ഷി ഒരു കോമഡി ആൻഡ് ഒരു നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് കേട്ടോ. നമുക്ക് നോക്കാം ഇവരൊക്കെ വരുന്നുണ്ടോ എന്ന്. കാരണം നല്ല യങ് ആയിട്ടുള്ള കുറെ പേരുടെ പേരുകളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉള്ളത്. ദെൻ ആദില ആൻഡ് നൂറയാണ്. ഇവര് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ തുടങ്ങിയ സമയം തൊട്ടേ LGBTQ കമ്മ്യൂണിറ്റിക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല കാര്യം. അത്തരത്തിലുള്ള ഒരു പ്രസൻസ് എന്തായാലും ഈ സീസണിലും എക്സ്പെക്ട് ചെയ്യാം. സോ ആദില നൂറ എന്ന് പറയുന്നത് ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അപ്പോൾ ഇവർക്കും അതിലൊരു പ്രസൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഷൺമുഖദാസ് എന്ന് പറയുന്ന ദാസേട്ടനാണ്. ഇദ്ദേഹവും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. അധികം ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. ഇനി എന്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു നല്ല ഒരു ആക്ടർ മെറ്റീരിയൽ ആണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ നല്ല കുറെ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു വേദി അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ അത് നന്നായിട്ട് ഉപയോഗിച്ചാൽ നല്ല ഒരു ഫാൻ ബേസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഇനി വൈൽഡ് കാർഡ് ആയിട്ടെങ്കിലും എത്താൻ സാധ്യതയുള്ള ഒരാളുടെ പേര് പറയുന്നുണ്ട്. അത് പ്രണവ് കൊച്ചു ആണ്. ശരിക്കും പറഞ്ഞാൽ അധികം ഫാൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് പ്രണവ് കൊച്ചുവിന്റെ ഒരു വീഡിയോ അടുത്തിടെ വൈറലായിരുന്നു. ബിഗ് ബോസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് ഒരു ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ. അത് ഞാനും കണ്ടു, നിങ്ങളും കണ്ടു കാണും. മേ ബി അതിലൂടെ ആയിരിക്കാം ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഏതായാലും ശരി, ഈ വരുന്ന സീസണിൽ പ്രണവ് കൊച്ചു ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഫൺ മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ ഇവരൊക്കെയാണ് ഈ ഒരു പ്രഡിക്ഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി സീരിയൽ ഗ്രാൻഡ്മയെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ലേറ്റസ്റ്റ് അപ്ഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അങ്ങേയറ്റം കറക്റ്റ് റിവ്യൂസും വളരെയധികം ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂസുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ബൈ.